ഉജ്ജയിനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായ വരരുചി ഒരു ആൽമരത്തിലെ വനദേവതമാരുടെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിത്തരിച്ചു. പക്ഷേ ആ വിധിയെ തടുക്കാൻ പണ്ഡിതനെന്നല്ല ഒരാൾക്ക് പോലും സാധ്യമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ കഥ. പറയിപ്പറ്റ പന്തിരുകുലം. ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമികളുടെ പുത്രനും വാക്യം, പരൽപേര് മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ വരരുചി എന്ന ബ്രാഹ്മണനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമാരുമില്ല. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിത സദസ്സിലെ മഹാകേമനായ ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. സകല കലാശാസ്ത്രത്തിലും അദ്ദേഹത്തിന് അതിയായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അതിനാൽ പലപ്പോഴും വിക്രമാദിത്യ രാജാവിനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിച്ചിരുന്നത് ഈ വരരുചിയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹാരാജാവ് സദസ്സിൽ വെച്ച് ചോദിച്ചു, രാമായണത്തിലെ വളരെ പ്രധാനമായ വാക്യമേതാണെന്ന്. പല പണ്ഡിത ശിരോമണികളും അന്ന് അവിടെ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ എല്ലാവരോടും രാജാവ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ചോദ്യം കേട്ട് വരരുചി വിഷണ്ണനായി തീർന്നു. അപ്പോൾ ഉത്തരം പറയാതിരിക്കുന്ന വരരുചിയെ നോക്കി രാജാവ് പറഞ്ഞു, എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിനു മുൻപ് ഇവിടെ വന്ന് അതിനുത്തരം പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടേക്ക് വരണമെന്നില്ല, എനിക്ക് കാണുകയും വേണ്ട എന്ന് പറഞ്ഞു. രാജാവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു. പക്ഷേ അവർക്കാർക്കും രാമായണത്തിലെ ശ്ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലായിരുന്നു. അവരുടെ കണ്ടെത്തലുകളിൽ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും എല്ലാ വാക്യങ്ങളും വളരെ പ്രധാനം തന്നെയായിരുന്നു എന്നതാണ്. നഹി ഗുളഗുളികയാം ക്വാപി മാധുര്യഭേദ എന്നും മറ്റും പലരും പലവിധത്തിൽ പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവയ്യാതെയായി തീർന്നു. രാജാവിൻ്റെ അടുക്കലുള്ള സേവനം മുഴുവനും നഷ്ടമാകും എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സർവജ്ഞനെന്നു സർവരാരും സമ്മതിക്കപ്പെട്ടിരുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടുന്നു വരുന്നത് ഏറ്റവും അപമാനകരമാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്തേക്ക് താമസിക്കുന്നതിൽ ഭേദം മരിക്കുക തന്നെയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവൻ അലഞ്ഞു നടന്നു. ഒടുവിൽ 40-ാം ദിവസം രാത്രി അലഞ്ഞു തിരിഞ്ഞൊരു വനാന്തരത്തിൽ ഒരു ആൽത്തറയുടെ അടുക്കൽ ചെന്ന് നിന്നു. വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കാതെ ആ ആൽത്തറയിൽ കയറിക്കിടന്നു. ക്ഷീണം കൊണ്ട് ഉടനെ ഉറങ്ങിപ്പോയി. അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത്. ആ നേരം ഏകദേശം പാതിരാത്രി ആയപ്പോഴേക്ക് ചില ആകാശ സഞ്ചാരികളായ വനദേവതമാർ ആ ആലിൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസികളായ ദേവതമാരെ വിളിച്ച് അവർ ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്. ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആലിന്മേലിരുന്ന ദേവതമാർ പറഞ്ഞു, ഞങ്ങൾക്ക് വരാനിപ്പോൾ കഴിയുന്നില്ലല്ലോ. ഇവിടെ വിശിഷ്ടനായ ഒരു ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു. അദ്ദേഹം സ്വന്തം രക്ഷയ്ക്കായി ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത്. അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്ന് വിവരം പറഞ്ഞിട്ട് പോകണം
എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു. അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നുമോർത്ത് കണ്ണുമടച്ച് കിടന്നതല്ലാതെ എഴുന്നേറ്റില്ല. അപ്പോൾ നേരത്തെ പോയ വനദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടനെ ആലിന്മേൽ ഉണ്ടായിരുന്ന ദേവതമാർ ചോദിച്ചു, പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവതമാർ പറഞ്ഞു, ഒരു പറയൻ്റെ വീട്ടിലായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ് എന്നും പറഞ്ഞു. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേലുണ്ടായിരുന്ന ദേവതമാർ ചോദിച്ചപ്പോൾ അത് മാം വിദ്ധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് അവളെ വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല, നേരം വെളുക്കാറായി, ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ആ ദേവതമാർ അവിടം വിട്ടു പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ ഗൂഢവാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും എന്നാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അധപ്പതത്തെക്കുറിച്ചുള്ള വിചാരവും വിഷാദവും ഒരുപോലെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു. അധപ്പതനം കൂടാതെ കഴിക്കുന്നതിനുള്ള തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി എഴുന്നേറ്റു. അപ്പോഴേക്കും നേരം വെളുത്തതിനാൽ ഉടനെ അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. 41 ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണുണ്ടായത്. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് നേരാവണ്ണം തങ്ങളെ ആരെയും ശ്രദ്ധിക്കാത്തതും ആദരിക്കാത്തതും എന്നൊക്കെയായിരുന്നു മറ്റുള്ളവരുടെ വിചാരം. അവർക്കെല്ലാം വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയയുണ്ടായിരുന്നു. രാജസഭ കൂടിയപ്പോൾ രാജാവ് പറഞ്ഞു, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ. അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തോ, രാജ്യം വിട്ടു പോയോ എന്തോ. അതില്ല, സർവശാസ്ത്രജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏത് വിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതിരിക്കുകയില്ല എന്നും മറ്റും അദ്ദേഹം പിന്നീട് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും സന്തോഷസമേതം വരരുചി അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ കാര്യം സാധിച്ചുവെന്നും രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ രാജാവ്, എന്തായി, രാമായണത്തിലെ പ്രസിദ്ധമായ ശ്ലോകം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വരരുചി പറഞ്ഞു, ദൈവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹ മാഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്ന് പറയാം. അപ്പോൾ രാജാവ് ചോദിച്ചു, ഏത് ശ്ലോകമാണ്, ഏത് വാക്യമാണ്, കേൾക്കട്ടെ. അപ്പോൾ വരരുചി പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം, അയോധ്യ മടവീം വിദ്ധി ഗച്ഛഥാത യഥാസുഖം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരിയെന്ന് ഒരേ സ്വരത്തിൽ സമ്മതിച്ചു. രാജാവ് സന്തോഷത്തോടെ എഴുന്നേറ്റ് വരരുചിയുടെ കൈപിടിച്ച് അർദ്ധാസനം കൊടുത്തു. പിന്നെ അനേകം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിരുത്തി. അതിനുശേഷം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ച് രാജാവിനെ കേൾപ്പിച്ചു. അവയിൽ 2 വിധത്തിലുള്ള അർത്ഥം പറയാം. ഈ ശ്ലോകം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണിത്. അല്ലയോ താത, രാമം ദശരഥം വിദ്ധി, നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെപ്പോലെ വിചാരിച്ചു കൊള്ളണം എന്നും, ജനകാത്മജാം മാം വിദ്ധി, ജനകാത്മജയെ സീതയെ അമ്മയെ എന്ന പോലെ നീ വിചാരിച്ചു കൊള്ളണം. അടവി അയോധ്യാം വിദ്ധി, വനത്തെ കാടിനെ
അയോധ്യയെപ്പോലെ വിചാരിച്ചു കൊള്ളണം. യഥാസുഖം ഗച്ഛ, സുഖമാവണ്ണം ഗമിച്ചാലും എന്നാണ് പറഞ്ഞതിൻ്റെ ഒരർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും ജനകാത്മജാം മാം വിധി, ജനകാത്മജയെ മാ ലക്ഷ്മീദേവി എന്നറിഞ്ഞാലും അയോധ്യാം അടവി വിദ്ധി, അയോധ്യയെ അടവി കാട് എന്നറിഞ്ഞാലും അല്ലയോ വത്സ നീ സുഖമാകും വണ്ണം പോയാലും എന്ന് രണ്ടാമത്തെ അർത്ഥം. ഇപ്രകാരമുള്ള വ്യാഖ്യാനത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രിയിൽ ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറവി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം എന്നും പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമൻ്റെ വചനം ഒരിക്കലും മിഥ്യയാകുന്നത് അല്ല എന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വിഷമമായി തീർന്നു. കുട്ടികളെ കൊല്ലുക എന്നത് മഹാകഷ്ടമാണ്, വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും ഹിതമായ കാര്യമല്ല. അതിനാൽ എന്താണ് വേണ്ടതെന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തം കൊത്തിവെച്ച് അതിൽ കിടത്തി വാഴപ്പിണ്ടിയിൽ കിടത്തി നദിയിലൊഴുക്കുക. ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു. ഉടനെ 2 ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യാൻ കൽപ്പനയും കൊടുത്തു. കുട്ടിയുണ്ടായിരുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അന്വേഷിച്ച് ചെന്ന് ആ കുട്ടിയെ എടുത്ത് കൽപ്പന പ്രകാരം രാജാവിൻ്റെ കൽപ്പന പോലെ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ രാജസഭയിൽ വന്ന് ആ വിവരം അറിയിക്കുകയും ചെയ്തു. തനിക്ക് വരുവാൻ ഭാവിച്ച അധപ്പതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെ സന്തോഷമായി. പിന്നെയും അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ സേവകനായി താമസിച്ചു. അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിൻ്റെ ശേഷം വരരുചി സ്ഥിരതാമസം സ്വന്തം വീട്ടിൽ തന്നെയാക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ ചെന്നു. ഉടനെ ബ്രാഹ്മണൻ, വേഗത്തിൽ കുളിച്ചു വരാം, ഇവിടെ ഊണുകാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്, അതൊക്കെ സാധിക്കുമോ എന്നറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നടത്താൻ പ്രയാസം വല്ലതുമാണോ ആവോ, ഇവിടെ നിവൃത്തിയുള്ളതാണെങ്കിൽ സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ കേൾക്കട്ടെ, സാധിച്ചു കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി പറഞ്ഞു, വേറൊന്നുമല്ല, കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം, 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ എന്നു മാത്രമല്ല, എൻ്റെ ഊണിന് 108 കൂട്ടം കറി വേണം. ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം, 4 പേരെന്നെ ചുമക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്ധാളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഉടനെ വീടിനകത്ത് ഇരുന്ന പഞ്ചമി, ഈ ബ്രാഹ്മണൻ്റെ മകൾ, അവൾ പറഞ്ഞു, അച്ഛനൊട്ടും അന്ധാളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട, ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ട്, ഇവിടെ റെഡിയാണ് എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു. ഉടനെ ബ്രാഹ്മണൻ തൻ്റെ മകളെ വിളിച്ച് ചോദിച്ചു, ഇതെല്ലാം ഇവിടെ സാധിക്കുമോ മോളെ? അപ്പോൾ പഞ്ചമി പറഞ്ഞു, എല്ലാം സാധിക്കും അച്ഛാ, ഇതൊന്നും അത്ര പ്രയാസമല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം
അച്ഛനു മനസ്സിലാകാഞ്ഞിട്ടാണ്. വീരാളിപ്പട്ട് വേണമെന്നു പറഞ്ഞതിൻ്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണമെന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി ഉണ്ടായാൽ 108 കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടാകുമെന്നാണ് പ്രമാണം. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റിലയും അടയ്ക്കയും 100 കൂട്ടി മുറുക്കണമെന്നാണ്. പിന്നെ അദ്ദേഹത്തെ 4 പേർ ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണമെന്നാണ്. കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽക്കാലുകൾ 4 കൂടിയാണല്ലോ ചുമക്കുന്നത്, ഇത്രയൊക്കെയേ ഉള്ളൂ, അതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ വളരെ സന്തോഷിക്കുകയും മകളുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് അവളെ അയച്ചു. വരരുചി കുളിയും മറ്റും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകവും വൈശ്യത്തിനു വേണ്ടുന്ന ഹവിസും ചന്ദനം, പൂവ് മുതലായവയും തയ്യാറാക്കിയിരുന്നു. ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറത്തളത്തിൽ മുറുക്കാനുള്ള സാമാനങ്ങളും ഒരു കട്ടിലിൽ പായും തലയിണയും എല്ലാം തയ്യാറാക്കിയിരുന്നു. വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു. താൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടാണെന്ന് വരരുചിക്ക് മനസ്സിലാവുകയാൽ ഏത് വിധേനയും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എന്തിനു പറയുന്നു, വരരുചി തൻ്റെ ആഗ്രഹം ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറയുകയും ചെയ്തു. കാലതാമസം കൂടാതെ ശുഭമുഹൂർത്തത്തിൽ ആ കന്യകയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആ ദമ്പതിമാർ ഇങ്ങനെ സുഖമായി സ്വഗൃഹത്തിൽ താമസിച്ചു വരുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് 2 പേരും കൂടി സ്വൈരസല്ലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തൻ്റെ പ്രേമഭാജനമായ പത്നിയുടെ തലമുടി ഭംഗിയാം വണ്ണം ചീക കെട്ടി കൊടുത്തപ്പോൾ അവളുടെ തലയുടെ മധ്യത്തിൽ വലുതായ ഒരു വ്രണത്തിൻ്റെ പാട്, ഒരു മുറിവ് കരിഞ്ഞതിൻ്റെ പാട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ അടയാളമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊരു പന്തം തറച്ച പാടാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചു കയറ്റി വളർത്തിയതാണെന്നും പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ തലയിൽ പന്തവും തറച്ചിരുന്നുവത്രേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്കു തൻ്റെ ധർമ്മധാരങ്ങൾ ആ പറയൻ്റെ അപത്യം തന്നെയാണെന്ന് നിശ്ചയമായി. തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദം തോന്നിയെങ്കിലും ലിഖിതമഭി ലലാഡേ പ്രോജ്ജഡിതം ക സമർത്ഥ എന്ന് വിചാരിച്ചു സമാധാനപ്പെട്ടു. വിവരമെല്ലാം തൻ്റെ ധർമ്മപത്നിയെയും ധരിപ്പിച്ചു. ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കണ്ട, ശേഷിക്കുന്ന കാലം രാജ്യസഞ്ചാരം കൊണ്ട് തീർക്കാം എന്ന് വരരുചി പറഞ്ഞു. അത് കേട്ട് ഭർത്താവിൻ്റെ വാക്ക് കേട്ട് ആ പഞ്ചമി വരരുചിയോടൊപ്പം അവിടെ നിന്നും യാത്രയായി. അവർ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. പല സ്ഥലങ്ങളും സന്ദർശിച്ചു. അവരുടെ സഞ്ചാരം അങ്ങനെ മലയാള ദേശക്കരയിലെത്തി. അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലത്ത് പഞ്ചമി ഗർഭം ധരിച്ചു. ഗർഭം പൂർണ്ണമായി. പ്രസവവേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചു കൊള്ളാൻ ഭർത്താവ് പറഞ്ഞിട്ട് അദ്ദേഹം വഴിയിൽ ഇരുന്നു. ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു. വെള്ള വാങ്ങാനും മറ്റും ആരും ഉണ്ടായിരുന്നില്ല. ആരോരുമില്ലാത്തവന് ദൈവം തുണ എന്നുണ്ടല്ലോ. പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ചോദിച്ചു.
ഉണ്ട് എന്ന് ഭാര്യ മറുപടിയും പറഞ്ഞു. വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്, അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞു. കുട്ടിയെ അവിടെ തന്നെ ഇട്ടിട്ട് പോരാൻ ഭാര്യയോട് വരരുചി പറഞ്ഞു. ഭർത്താവിൻ്റെ വാക്ക് കേട്ട് മറുത്തൊന്നും പറയാതെ ആ സ്ത്രീ അവിടെ നിന്നും വരരുചിയോടൊപ്പം യാത്രയായി. ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി 11 പ്രസവം കഴിഞ്ഞു. ഈ കുട്ടികളെയെല്ലാം പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കുട്ടികളെ ബ്രാഹ്മണൻ മുതൽ 11 ജാതിക്കാർ എടുത്ത് വളർത്തുകയും ചെയ്തു. 12ാമത്തെ ഗർഭമുണ്ടായപ്പോൾ ആ പാവം സ്ത്രീ പറഞ്ഞു, ഞാൻ 11 പ്രസവിച്ചിട്ടും ഒരു കുട്ടിയെയും എനിക്ക് കിട്ടിയില്ലല്ലോ. ഇപ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം. എന്നാൽ ആ കുട്ടിയെയെങ്കിലും എടുത്തുകൊള്ളാൻ അദ്ദേഹം അനുവദിക്കുമായിരിക്കും എന്ന് ചിന്തിച്ചു. പിന്നീട് പരമാർത്ഥം പറഞ്ഞ് ഇദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം എന്ന് നിശ്ചയിച്ചു. ഗർഭം പൂർണ്ണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ മറുപടി പറയുകയും ചെയ്തു. ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് അനുവദിക്കുകയും ചെയ്തു. ഉടനെ കുട്ടിയും എടുത്ത് 2 പേരും കൂടി പുറപ്പെട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ആ കുട്ടിക്ക് വായില്ലാതെയായി തീർന്നു. വിശിഷ്ടകളായ സ്വാധികളുടെ വാക്കുകൾ വെറുതെ പോവുകയില്ല. വരരുചി ആ കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ലാ കുന്നിലപ്പൻ എന്ന് പ്രസിദ്ധപ്പെട്ട ദേവൻ. ഈ വായില്ലാ കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയിപെറ്റ പന്തിരികുലം എന്ന് ഇന്ന് നാം അറിയപ്പെടുന്നത്.